രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നനായ മുകേഷ് അംബാനിയുടെ ഇളയ മകൻ അനന്ത് അംബാനിയുടെ വിവാഹം അത്യാഡംബരപൂർവ്വം ആഘോഷിക്കാൻ അംബാനി കുടുംബം ഒരുങ്ങിക്കഴിഞ്ഞു. ജൂലൈ 12 നാളെയാണ് മുംബൈയിലെ ബാന്ദ്ര കുർള കോംപ്ലക്സിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് അനന്ത് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹം നടക്കുക. വിവാഹത്തിന് മുന്നോടിയായി തന്നെ നിരവധി ആഘോഷ പരിപാടികൾ അംബാനി കുടുംബം ഇതിനോടകം തന്നെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്ന അതിഥികൾക്ക് രാജകീയ സൗകര്യങ്ങൾ ഒരുക്കിയ വാർത്തയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ശ്രദ്ധേയമാകുന്നത്. അതായത് അതിഥികൾക്ക് സഞ്ചരിക്കാനുള്ള ആഡംബര വിമാനങ്ങൾ വരെ ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതേസമയം നമുക്കറിയാം, അംബാനി കല്യാണത്തിന്റെ വിശേഷങ്ങളൊക്കെ മാസങ്ങളായി തന്നെ നാം കാണുന്നുണ്ട്. പ്രീ വെഡിംഗ് പാർട്ടിയായി തന്നെ ജാംനഗറിൽ തുടങ്ങിയ ആഘോഷങ്ങൾ ഇറ്റലിയിലേക്ക് നീണ്ടുപോയി. ഇതിപ്പോൾ മുംബൈയിൽ ജൂലൈ 14 തീയതിയുള്ള റിസപ്ഷനോടെ അവസാനിക്കുമെന്നാണ് അറിയുന്ന വിവരങ്ങൾ. അതേസമയം മകൻ്റെ കല്യാണത്തിന് അംബാനി ചിലവാക്കുന്ന തുകയും വിവാഹത്തെ വേറിട്ട് നിർത്തുകയാണ്. അതായത് ഏഷ്യയിലെ ഒരു ശതകോടീശ്വരൻ സാധാരണ ഇന്ത്യക്കാരെ പോലെ അമിതമായി ചിലവാക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് സാമ്പത്തിക രംഗത്തുള്ളവർ തന്നെയാണ് ഇക്കാര്യം എടുത്തു പറയുന്നത്. 50 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ ആസ്തിയുള്ള ഇന്ത്യക്കാർ 10 മുതൽ 15 ലക്ഷമാണ് മക്കളുടെ വിവാഹത്തിന് ചിലവാക്കുന്നത്. 10 കോടി ആസ്തി ഉണ്ടെങ്കിൽ 1.50 കോടി രൂപ ചിലവാക്കി വിവാഹം നടത്തുന്നതാണ് നമ്മുടെ ഇന്ത്യക്കാരുടെയൊക്കെ രീതി. അതായത് ആകെ ആസ്തിയുടെ 5 അല്ലെങ്കിൽ 15% വരെയൊക്കെ ആയിരിക്കും സാധാരണക്കാരൻ്റെ വിവാഹ ചിലവ് എന്നാണ് നിലവിലെ പഠനങ്ങൾ പോലും പറയുന്നത്. അതായത് സെലിബ്രിറ്റികളെയോ അല്ലെങ്കിൽ ബിസിനസ്സുകാരെ പോലെയോ ഒക്കെ ഇന്ത്യയിൽ എത്തിച്ച് പൊടി പൊടിക്കുന്ന അംബാനി കല്യാണത്തിന് പ്രതീക്ഷിക്കുന്ന ചിലവാകട്ടെ വെറും 5000 കോടി രൂപയാണ്. ഏകദേശം 6 ബില്യൺ അമേരിക്കൻ ഡോളറാണ് ചിലവാകുന്നതെന്നാണ് പറയുന്നത്. 123.2 ബില്യൺ ഡോളർ ആസ്തിയുള്ള മുകേഷ് അംബാനിക്ക് 123.2 ബില്യൺ ഡോളർ ആസ്തിയുള്ള മുകേഷ് അംബാനി തൻ്റെ സാമ്പത്തികത്തിലെ ഒരു അംശം മാത്രമാണ് തൻ്റെ മകൻ്റെ കല്യാണത്തിന് വേണ്ടി വിനിയോഗിക്കുന്നത്. അതേസമയം ബാന്ദ്ര കുർള കോംപ്ലക്സിലെ പ്രധാനപ്പെട്ട പഞ്ചനക്ഷത്ര ഹോട്ടലുകളെല്ലാം തന്നെ ഇപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ആഡംബര ചാർട്ടേഡ് ജെറ്റ് പ്ലെയിൻ ഓപ്പറേറ്ററായ ക്ലബൺ എയറിൻ്റെ 3 ഫാൽക്കൺ 2000 ജെറ്റുകളാണ് അതിഥികൾക്കായി അംബാനി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇക്കാര്യം ക്ലബൺ എയർ ഇന്ത്യ CEO രാജൻ മെഹ്റ തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മാത്രമല്ല, രാജ്യത്ത് അങ്ങോളം ഇങ്ങോളമുള്ള അതിഥികളെയൊക്കെ എത്തിക്കുന്നതിനായി ജെറ്റുകൾ പലതവണ സർവീസ് നടത്തുകയും ചെയ്യും. 100-ലധികം സ്വകാര്യ വിമാനങ്ങളും വിവാഹത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടുന്നു എന്നാണ് വിവരങ്ങൾ. മാത്രമല്ല, ബാന്ദ്ര കുർള കോംപ്ലക്സിലെ എല്ലാ പഞ്ചനക്ഷത്ര ഹോട്ടലുകളും ബുക്ക് ചെയ്തിരിക്കുകയാണ്. വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തുന്ന വിശിഷ്ട അതിഥികൾക്ക് താമസ സൗകര്യമൊക്കെ രാജകീയമായിട്ട് തന്നെയാണ്. എവിടെയാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. മാത്രമല്ല, വിവാഹ ആഘോഷങ്ങളുടെ ചുവട് പിടിച്ച് പരിസര പ്രദേശങ്ങളിലെ എല്ലാ ഹോട്ടലുകളും നിരക്ക് കുത്തനെ ഉയർത്തിയിട്ടുണ്ട്. 13,000 രൂപയ്ക്ക് ലഭ്യമാകുന്ന മുറികൾ ജൂലൈ 14 വാടകയ്ക്ക് എടുക്കണമെങ്കിൽ 91,350 രൂപ വരെ നൽകേണ്ടി വരുന്നു. പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും ജൂലൈ 10 മുതൽ 14 വരെ ഒരു മുറി പോലും ലഭ്യമല്ലാത്ത അവസ്ഥയിലുമാണ്. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വിവാഹ ആഘോഷങ്ങൾ പ്രമാണിച്ച് ബാന്ദ്ര കുർള കോംപ്ലക്സിന് സമീപം ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരിക്കുന്നു. ജൂലൈ 12 മുതൽ 15 വരെ ഉച്ചയ്ക്ക് 1-നും അർദ്ധരാത്രിക്ക് ഇടയിലും വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ എത്തുന്ന അതിഥികളുടെ വാഹനങ്ങൾക്ക് മാത്രമേ ഇതുവഴി സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. അതേസമയം റോഡുകൾ അടയ്ക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനും സംബന്ധിച്ച് മുംബൈ ട്രാഫിക് പോലീസ് നിർദ്ദേശങ്ങൾ പുറത്തിറക്കി കഴിഞ്ഞു. വിപുലമായ ഒരുക്കങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായി സമീപത്തുള്ള ഗതാഗതമൊക്കെ ഇതിനോടകം തന്നെ നിയന്ത്രിച്ചിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ. മാത്രമല്ല, വിവാഹവേദിയും പരിസരങ്ങളെല്ലാം ഇപ്പോൾ ആഘോഷ രാവിലെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.